ഹായ്, ഞങ്ങളിപ്പോൾ താമസം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മോൾക്ക് നല്ല പനിയും കഫക്കെട്ടും. അപ്പോൾ ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നിട്ട് അഡ്മിറ്റായതാണ്. ഇന്നേക്കിപ്പോൾ 3-4 ദിവസമൊക്കെ ആയി. അപ്പോൾ റൂമിലിരുന്നിട്ട് ഭയങ്കര വാശിയാണ്, ഭയങ്കര കരച്ചിലും ബഹളവും, ഒതുങ്ങിയിരിക്കില്ല. കരച്ചിലും വാശിയൊക്കെ കൂടുതലായപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ ഈ പീഡിയാട്രീഷ്യൻസിൻ്റെ ഒപിയുടെ മുന്നിൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അവൾക്കൊരു സമാധാനവും അതിലൊക്കെ ഒന്ന് കളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാകുമെന്ന് കരുതി അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കുക. പിന്നെ എന്താ, എവിടെ വന്നാലും ഒതുങ്ങിയിരിക്കാനൊന്നും നോക്കില്ല. അത് അങ്ങനത്തെ ഒരു പ്രായമല്ലേ ഇപ്പോൾ. കസേരയൊക്കെ പിടിച്ച് കയറാൻ നോക്കുന്നുണ്ട്. പിടിച്ച് കയറുമ്പോൾ വീഴണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പോയി പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിടിക്കുമ്പോഴേക്കും കൈയൊക്കെ തട്ടി മാറ്റണം. ഞാൻ വീഴണ്ടെന്ന് കരുതിയിട്ട് പോയി പിടിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റണം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ആ കളിക്കുന്നതൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അതിൽ പോയി ഇരിക്കണമൊന്നുമില്ല കേട്ടോ. കണ്ടപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് ഇരുന്ന് കളിക്കാനൊക്കെ അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഒന്നിങ്ങനെ കണ്ട് മനസ്സിലാക്കുകയാണ്. പിന്നെ ഞാനാണ് അതിൽ പിടിച്ചിട്ട് ഇരുത്തി കൊടുത്തത്. അപ്പോൾ ഇരുത്തി കൊടുത്തപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ആടിയിട്ട് വന്നിട്ട്, എന്നാലും അങ്ങനെ അതിലിരുന്ന് കളിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കണമെന്നില്ല. ഒക്കെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. അതിൽ കുറച്ച് നേരം ഇരുന്ന് ആടുന്നുള്ളൂ. എന്നിട്ട് വേഗം അത് എണീറ്റിട്ട് അടുത്തത് അതിൽ കയറി ഇരിക്കാനൊന്നും നോക്കുന്നില്ല. അന്ന് വേഗം എണീറ്റിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കളിച്ച് പുറത്തൊക്കെ അങ്ങനെ നടന്നപ്പോൾ ആൾ ഹാപ്പിയായി. ഒരുപാട് കുട്ടികൾ ഇവിടെ അഡ്മിറ്റായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ മോളേനും എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കാണാം ഓരോ ഭാഗത്തും ഇതുപോലെ അങ്ങനെ കുട്ടികളായിട്ട് നിൽക്കണം. ഒക്കെ ഇതേപോലെ ചെറിയ കുട്ടികളാണ്. അതപ്പോൾ അവിടെ വേറെ 2 കുട്ടികൾ വന്നിട്ടുണ്ട്. അവരതെടുത്തിട്ട് കളിക്കുമ്പോൾ അവൾ നോക്കി നിൽക്കുകയാണ്. പിന്നെ അവരുടെ കൂടെ പിന്നെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് റൂമിലേക്ക് പോന്നു.